പലസ്തീനികളെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആശയത്തിൽ തെറ്റൊന്നുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ഗാസയിലുള്ളവരെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ഗാസയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഗാസക്കാരെ വിടാൻ അനുവദിക്കുക എന്നതാണ് യഥാർത്ഥ ആശയം. അതിൽ എന്താണ് തെറ്റ്? അവർക്ക് പോകാം, അവർക്ക് തിരികെ വരാം, അവർക്ക് താമസം മാറ്റാം, തിരികെ വരാം. എന്നാൽ ഗാസ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. താൻ കേൾക്കുന്ന ആദ്യത്തെ നല്ല ആശയമാണ് ഇതെന്നും ഇത് ശരിക്കും പിന്തുടരേണ്ടതും പരിശോധിക്കേണ്ടതും പൂർത്തിയാക്കേണ്ടതുമാണെന്നും ഇത് എല്ലാവർക്കും വ്യത്യസ്തമായ ഒരു ഭാവി സൃഷ്ടിക്കുമെന്ന് കരുതുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. യുഎസ് സൈനികരുടെ പങ്കാളിത്തമില്ലാതെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഫോക്സ് ന്യൂസ് ചാനലിന്റെ ഹാനറ്റിക്ക് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കി. മുൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചുവരവ് മേഖലയിൽ ഇറാന്റെ സ്വാധീനത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ നെതന്യാഹു ഇത് ഇസ്രായേലികളെയും സമൃദ്ധവും സമാധാനപരവുമായ മിഡിൽ ഈസ്റ്റ് ആഗ്രഹിക്കുന്നവരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തുമെന്നും കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.